മലയാളികൾ നിരന്തരം വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കള്ളക്കഥ. എല്ലാവർക്കും അത് സത്യമാണെന്നാണ് ധാരണ. അതിൻ്റെ സത്യാവസ്ഥ ശരിതെറ്റുകൾ തേടിയാലും പോയിട്ടുമില്ല. എന്നിട്ടും മലയാളി വിശ്വസിക്കുന്നു അത് സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഗുരുവായൂർ അമ്പലത്തിൽ യേശുദാസിനെ കയറ്റിയിട്ടില്ല. യേശുദാസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റിയിട്ടില്ല എന്ന്. പക്ഷേ എങ്ങനെയോ അങ്ങ് ധരിക്കുകയാണ്. വയലാർ എഴുതിയ ഒരു പാട്ടുണ്ടല്ലോ, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് യേശുദാസിന് കയറാൻ പറ്റിയില്ല. ആ സങ്കടം വയലാറിനോട് യേശുദാസ് പറഞ്ഞപ്പോൾ മനം നൊന്ത് യേശുദാസിന് വേണ്ടി വയലാർ എഴുതിയതാണ് ആ പാട്ടെന്ന പച്ചക്കള്ളമാണ്. യേശുദാസ് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു തവണ പോലും ചെന്നിട്ടില്ല. അദ്ദേഹം അവിടെ കയറണ്ട എന്ന് പറഞ്ഞിട്ടുമില്ല. ഈ ആലപ്പുഴയിൽ മുല്ലക്കൽ ക്ഷേത്രത്തിലോ മറ്റോ ഇതുപോലെ യേശുദാസ് ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേ തുടർന്ന് യേശുദാസ് പത്രത്തിലൊരു പരസ്യം ചെയ്തു, ഞാൻ ഹിന്ദുവും കൂടിയാണ്. അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ ഉണ്ടാക്കിയ നിയമപ്രകാരം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ കയറാം, ആർക്കും കയറാം. അപ്പോൾ യേശുദാസ് പത്രത്തിൽ പരസ്യം ചെയ്തു, ഞാൻ ഹിന്ദുവും കൂടിയാണ്. അപ്പോൾ ഹിന്ദുവായി. ഹിന്ദു ആയിരിക്കുക ക്രിസ്ത്യാനി ആവുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇൻക്ലൂസീവായിട്ടുള്ള മതം എല്ലാം സ്വീകരിക്കും. ഹിന്ദുവിന് കർത്താവിനെയും ആരാധിക്കാം, വേണ്ടി വന്ന മക്കയിലെ മറ്റേ ആ കല്ലിൻ്റെ പടം വെച്ചും പൂജിക്കാം. അതിനൊന്നും ഒരു തടസ്സമില്ല. അതുകൊണ്ട് യേശുദാസിന് ഏത് ക്ഷേത്രത്തിലും കയറാമെന്നിരിക്കെ, ഇതാണ് വസ്തുത എന്നിരിക്കെ, വളരെ പവിത്രമായി മതേതര എന്ന് ചിലരൊക്കെ വിശേഷിപ്പിച്ച് പാടിപ്പുകഴ്ത്തുന്ന, എന്നാൽ ഹിന്ദുക്കളുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായ ശിവഗിരിയുടെ മഠാധിപതി സച്ചിദാനന്ദ സ്വാമി പറയാണ് യേശുദാസിനെ അവിടെ കയറ്റണമെന്ന്. ആരെല്ലാം യേശുദാസിനെ എടുത്തുകൊണ്ട് പോകണം. സച്ചിദാനന്ദ സ്വാമി ഈയിടെ പറയുന്നത് മുഴുവൻ ശുദ്ധ അബദ്ധങ്ങളാണ്. ശുദ്ധ സംബന്ധമാണെന്ന് മാത്രമല്ല, വേറെ ആരുടെയോ അജണ്ട അനുസരിച്ചിട്ടാണ് ഈ സച്ചിദാനന്ദ സ്വാമി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ഇനി ഗുരുവായൂര് കേന്ദ്രമായിട്ട് തന്ത്രിമാരെ തെറിവറിയോ കലാപം നടത്തുവോ വേറെ ആർക്കെങ്കിലും ഗുണമുണ്ടാക്കി കൊടുക്കുകയൊക്കെ വേണമായിരിക്കും. യേശുദാസിന് കഴിഞ്ഞ കൊല്ലോ മറ്റോ, സുനിലിന് ഓർമ്മയില്ലേ, ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ പോയി കദളി കൊല വെച്ചിട്ട് തുലാഭാരം നടത്തിയ സ്ഥലമാണ് ഗുരുവായൂര്. അവിടെ യേശുദാസിന് പോകാനൊന്നും ഒരു തടസ്സമില്ല. യേശുദാസിന് പോകണമെന്നുണ്ടെങ്കിൽ യേശുദാസ് പറയുമല്ലോ, ഈ സച്ചിദാനന്ദ സ്വാമിയേക്കാൾ കൂടുതൽ നാട്ടുകാർക്ക് യേശുദാസിനെ പറ്റി അഭിപ്രായം ഉണ്ടല്ലോ. യേശുദാസിൻ്റെ കൂടെ നാട്ടുകാർ നിൽക്കുമല്ലോ. യേശുദാസ് പറഞ്ഞോ സച്ചിദാനന്ദ സ്വാമിയെ വിളിച്ചേ, നിങ്ങളുടെ സഹായം എനിക്ക് വേണം, എനിക്ക് ഗുരുവായൂരിൽ കയറണം, ഞാൻ പണ്ട് പാട്ട് പാടിയതല്ലേ, 30 കൊല്ലമായി, നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞു. യേശുദാസിൻ്റെ ഈ സുനിൽ പറഞ്ഞ ആ ഭാഗങ്ങളൊക്കെ ശരിയാണ്. 1972 ആലപ്പുഴ മുല്ലക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ യേശുദാസ് കയറുന്നത് പാട്ട് പാടുന്നതും ഒക്കെ. അത് അവിടുത്തെ ചെമ്പക ജ്വല്ലേഴ്സിൻ്റെ മണിസ്വാമി അദ്ദേഹമാണ്. ഹിന്ദുക്കൾ തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നത്, വയലാർ രാമവർമ്മയും. അപ്പം അങ്ങനെ അമ്പലത്തിൽ യേശുദാസിനെ മുല്ലക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ കയറ്റാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് ചില ആളുകൾക്ക് അങ്ങനെ ചൊറിയന്മാരായ കൂടെ കുറേ ആളുകൾ ഹിന്ദുക്കളിലുണ്ട്. അതെ. അപ്പം ആ ചൊറിയന്മാർ അന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി എന്താണെന്നറിയോ വിധിച്ചത്? ഈ പറഞ്ഞ പോലെ യേശുദാസ് പരസ്യം ചെയ്തു, ഞാൻ ഹിന്ദുവും കൂടിയാണ് എന്ന് പരസ്യത്തിൽ പറഞ്ഞു. ആ പരസ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ച് കഴിഞ്ഞല്ലോ, അത് നിലനിൽക്കുന്നുണ്ട്. അന്ന് കോടതി പറഞ്ഞു യേശുദാസ് പാടട്ടെ, അതിൻ്റെ മെറിറ്റ് പിന്നെ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു കോടതിയുടെ നിലപാട്. യേശുദാസ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പാടി. പിന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനെ പറ്റി ആളുകൾക്ക് അറിയാത്തൊരു കാര്യം, 1972 യേശുദാസ് ആലപ്പുഴയിൽ പാടുമ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രം സ്വകാര്യ ക്ഷേത്ര, അത് സാമൂതിരിയുടെ മല്ലിശ്ശേരി ഇല്ലത്തിൻ്റെയും ഒക്കെ വക സ്വകാര്യ ക്ഷേത്രമാണ്. അത് 1976 മറ്റോ ആണ് ഏറ്റെടുത്തത്, കേരള സർക്കാർ ഏറ്റെടുത്തത്. കേരള സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അത് സ്വകാര്യ ക്ഷേത്രമായിരിക്കുമ്പോൾ അവർക്ക് അവരുടെ സൗകര്യം പോലെ ആകാം. അന്നും യേശുദാസ് പക്ഷേ ഗുരുവായൂരിൽ എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. രാജരാജേശ്വരി ക്ഷേത്രത്തിൽ കയറുമ്പോഴും ഗുരുവായൂർ സ്വകാര്യ ക്ഷേത്ര, വേണമെങ്കിൽ ആ മല്ലിശ്ശേരി തിരുമേനിക്കും സാമൂതിരിയും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാമൂതിരിയൊക്കെ പണ്ട് ഗുരുവായൂർ കേന്ദ്രമായിട്ട് ഒരുപാട് വൃത്തികേടുകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ കയറ്റാതിരിക്കാമായിരുന്നു. ആ സമയത്തും യേശുദാസ് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ പാട്ട് എഴുതിയ വയലാർ
രാജരാജേശ്വരി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കയറ്റിയ ആളാണ്. അതെ. അന്ന് വയലാറ് യേശുദാസ് പാടുന്നതിന് മുമ്പ് അവിടെ ഒരു ഗംഭീര പ്രസംഗം നടത്തി. യേശുദാസ് ഈ അമ്പലത്തിൽ കയറുന്നതിനെ പറ്റിയിട്ടൊക്കെ. അദ്ദേഹം യേശുദാസിനെ വിളിച്ചുകൊണ്ട് ഗുരുവായൂർ പോയോ? ഇല്ല, പോയിട്ടില്ല. യേശുദാസിന് ഗുരുവായൂരിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും പോകാം. സത്യത്തിൽ എനിക്ക് തോന്നുന്നു യേശുദാസാണ് ഈ മൗനം ഭഞ്ജിക്കേണ്ടത്. കാരണം ഈ ഹിന്ദുക്കളെ ആകെ ചൊറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ ആളുകൾ ഗുരുവായൂർ യേശുദാസ് എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് വരും. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ഇതുവരെ പോയിട്ടില്ല, പോകാൻ എനിക്ക് താല്പര്യമുണ്ട്, പോകും, എന്നെ ആരും തടഞ്ഞിട്ടുമില്ല എന്ന് ഈ ഗാനഗന്ധർവൻ ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ ഈ സച്ചിദാനന്ദമാർക്ക് ഇങ്ങനെ പറയേണ്ടി വരില്ല. അത് ചില സമയത്ത് ചെയ്യും. ഇപ്പൊ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന സമയമൊക്കെ വന്നപ്പോൾ യേശുദാസ് പറഞ്ഞു അവിടെ അവിടുത്തെ ധർമ്മമേ നടക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് വെറുതെ ആവശ്യമില്ലാതെ ആളാകാൻ വേണ്ടി ഈ ഇങ്ങനത്തെ ഒരു വളരെ അറിയപ്പെടുന്ന ആളെ ചാരിയിട്ട് ആളാകാൻ നോക്കുന്ന പല ആളുകളും പ്രശസ്തനാവാൻ വേണ്ടി അങ്ങനെ യേശുദാസിന്റെ കൂടെയും ചില ആളുകളൊക്കെ നടന്നിട്ടുമുണ്ട്. അങ്ങനെ സച്ചിദാനന്ദ സ്വാമിക്ക് ഈ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കണം എന്നെന്തോ ഒരു വാശിയുള്ളതുപോലെയാണ് വത്തിക്കാനിൽ പോകുന്നു. ഇവിടെ സർവമത ആരാധന സംവിധാനങ്ങൾ ശിവഗിരിയിൽ ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഇനി ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. കേരളത്തില് എല്ലാവരും ചേർന്ന് ഇൻക്ലൂസീവായിട്ട് തന്നെയാണ് ഈ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്പു സുൽത്താനെ പോലുള്ള ചില ആളുകൾ വന്നിട്ടാണ് ഇതിൻ്റെ അകത്തൊക്കെ മണ്ണ് കോരിയിട്ടത്. പിന്നെ 1921 ഒരുപാട് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. ടിപ്പു സുൽത്താനും അയാളെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. ഗുരുവായൂരിലും പ്രശ്നം ഉണ്ടായപ്പോൾ ഇപ്പോൾ ഹസൻകുട്ടി മറ്റേ ടിപ്പു സുൽത്താൻ്റെ ഏജൻ്റായിട്ട് അവിടെ നിന്നിരുന്ന ആൾ ചാവക്കാട്, ഇല്ലെങ്കിൽ ഗുരുവായൂരപ്പനെയും തട്ടിക്കൊണ്ടുപോകായിരുന്നു വിഗ്രഹം. അതെ, അതുകൊണ്ടാണല്ലോ വിഗ്രഹം നമ്മുടെ ഇവിടെ എറണാകുളത്ത് അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്ന വഴി എറണാകുളത്ത് രവിപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഇറക്കി വെച്ച സ്ഥലം ഇപ്പോഴും പവിത്രമായി അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അതെ, എന്നിട്ട് ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കാതിരിക്കാൻ ടിപ്പു ചോദിച്ച പൈസ എടുത്തു കൊടുത്തു. ഇങ്ങനെയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം അവർട്ട് ചെയ്തത്, ഈ ആക്രമണം ടിപ്പുവിൻ്റെ. ഇതൊക്കെ ചരിത്രമാണ്. അപ്പോൾ ഈ എല്ലാം ഇങ്ങനെ ആഘോഷിച്ച് ഒക്കെ നിന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് ഈ പോർച്ചുഗീസുകാർ വന്നിട്ട് കുഴപ്പമുണ്ടാക്കുക, ടിപ്പു സുൽത്താൻ വന്നിട്ട് കുഴപ്പമുണ്ടാക്കുക, 1921 കുഴപ്പമുണ്ടാക്കുക. ഇങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ പിന്നെ സൂക്ഷിച്ച ആളുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. കേരളത്തിൽ ഈ ഹിന്ദു ആരാധനാലയങ്ങളുടെ നയം ഇപ്പൊ ഈ മറ്റേ വർഷിപ്പ് ആക്ട് എന്നൊക്കെ പറയുന്നില്ലേ, കേരളത്തിൽ 1965 വരുന്നത്. ഗവർണർ ഭരണമായിരുന്നു അന്ന്. ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ. 1965 തെരഞ്ഞെടുപ്പിൽ ഒരാൾക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. അപ്പോൾ ഗവർണർ അജിത് പ്രസാദ് ജെയിൻ, AP ജെയിൻ ആണ് ഭരിക്കുന്നത്. AP ജെയിൻ കൊണ്ടുവന്നതാണ് കേരളത്തിലെ ഈ ആരാധനാലയ നിയമം. ആ നിയമത്തിലാണ് ആദ്യമായിട്ട് അഹിന്ദുക്കൾ പ്രവേശിക്കരുത് എന്ന് പറയുന്ന വ്യവസ്ഥ വരുന്നത്. അതിൽ വേറൊരു വ്യവസ്ഥയാണ് സ്ത്രീകൾക്ക് നിയന്ത്രണം ഉള്ളിടത്ത് സ്ത്രീകൾ പ്രവേശിക്കരുത്. പിന്നെ വാലായ്മ എന്നൊക്കെ പറഞ്ഞുള്ള സാധനമില്ലേ, പുല, ഇങ്ങനെയുള്ളവരൊക്കെ പ്രവേശിക്കരുതെന്ന് പറഞ്ഞു. സുപ്രീം കോടതി ശബരിമല വിധിയിൽ ഈ സ്ത്രീകളുടെ ഭാഗമുണ്ടല്ലോ ആ നിയമത്തിലെ ഗവർണർ ജെയിൻ്റെ കാലത്ത് നടപ്പാക്കിയ അതാണ് എടുത്തു കളഞ്ഞത്. അപ്പോൾ അവിടെയാണ് അഹിന്ദുക്കൾ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞൊരു സംഗതി ഉള്ളത്. ആ ഭാഗം യേശുദാസിന് ബാധകമല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ യേശുദാസ് ഹിന്ദു ആണെന്ന് പ്രഖ്യാപിച്ച ആളാണ്. അതെ, മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതവും അങ്ങനെയാണ്. ഹിന്ദു രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് സച്ചിദാനന്ദ സ്വാമി കേരളത്തിലെ ഏറ്റവും ആദരണീയമായ ഒരു കസേരയിൽ, ഒരു പദവിയിലിരിക്കുന്ന ആളാണ്. സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിവരമില്ല. കുറച്ചുകൂടെ ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, ഇങ്ങനെയൊക്കെയുള്ള വലിയ മനീഷികൾ അല്ലേ? അതെ, അതിൻ്റെ നിലവാരത്തിനൊത്ത് അദ്ദേഹം നിൽക്കണം. ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഗുരുദേവൻ ഇരുന്ന കസേരയിലിരിക്കുന്ന ഏതൊരാളോടും നമുക്ക് ബഹുമാനമുണ്ട്. അത്തരത്തിലുള്ള ബഹുമാനം സച്ചിദാനന്ദ സ്വാമിയോടുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. ഇത് ശിവഗിരി മഠത്തെയും അല്ലെങ്കിൽ SNDP യോഗം ശിവഗിരി മഠവും രണ്ടും രണ്ടാണല്ലോ. ഏതായാലും ശ്രീനാരായണീയർ എന്ന് പറയുന്നവരും അവരുടെ മാത്രം ആളല്ല, അവരുടെ മാത്രം സ്ഥലമല്ല ശിവഗിരി മഠം. ശിവഗിരി മഠം കേരളത്തിലെ മുഴുവൻ ഹൈന്ദവരുടെയും കൂടിയാണ്, മുഴുവൻ മലയാളിയുടെയും കൂടിയാണ്. അവിടെ ആ മഹത്തായ പദവിയിലിരിക്കുന്ന ആൾ കുറച്ചുകൂടെ കാര്യപ്രാപ്തിയോടെ
ദിശാബോധത്തോടെയുള്ള പ്രസ്താവനകളും ഇടപെടലുകളാണ് നടത്തേണ്ടത്. റോമിൽ പോയി എന്നുള്ള ശരി, റോമിൽ പോയിട്ട് ശിവഗിരിയിൽ ബാങ്ക് വിളിക്കാനും കുർബാന നടത്താനും അവസരം ഉണ്ടാക്കി കൊടുക്കും. അതല്ല ഗുരുദേവൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഗുരുദേവൻ്റെ കാലത്ത് തന്നെ ചെയ്യുമായിരുന്നു. ഇവരുടെ ആരുടെയും സൗകര്യം അന്നും വേണ്ട, ഇന്നും ഗുരുദേവന് വേണ്ട. അപ്പോൾ ഗുരുദേവൻ ഉദ്ദേശിക്കാത്തത്, ഗുരുദേവൻ ചെയ്യാത്തത് ചെയ്ത് പുതിയ ചില അജണ്ടകൾ ശിവഗിരിയിൽ നടപ്പാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് 2018 ഒരാൾ കൊണ്ടുപോയി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. നമ്മുടെ യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറ്റണം എന്നുണ്ട്. ഹൈക്കോടതി എന്താണെന്നറിയാമോ ചോദിച്ചാൽ, തനിക്ക് എന്തായാലും കാര്യം, യേശുദാസല്ലേ പോകേണ്ടത്, സച്ചിദാനന്ദ സ്വാമിക്കും കാര്യമില്ല. യേശുദാസിന് ആവശ്യമുണ്ട്, യേശുദാസ് പറയട്ടെ. യേശുദാസ് പോയാൽ ഞാൻ മനസ്സിലാക്കുന്ന ഗുരുവായൂരോ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ സാക്ഷാൽ യേശുദാസ് എന്നാൽ അവർ പൂർണ്ണ കുംഭം നൽകി യേശുദാസിനെ സ്വീകരിക്കും. എന്ത് സംശയം? ഒരു സംശയവുമില്ല. ഇത് സ്വാമി മനസ്സിലാക്കണം. സ്വാമി എന്തിനാണ് ഇപ്പം തുഷാർ ഗാന്ധിയെ പോലെയുള്ള ഒരു അല്ലവലാദിയെ ശിവഗിരിയിൽ കയറ്റാൻ പ്രവേശിപ്പിച്ചു? അത് സ്വാമി അറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ കരുതില്ല. ആരോ സ്വാമിയെ പറ്റിച്ചതാണ്. അതൊരു പത്രസ്ഥാപനമാണെങ്കിലും അല്ലെങ്കിൽ സ്വാമിയുടെ ഉപദേശകരായിട്ട് ഭാവിച്ചിരിക്കുന്നവരാണെങ്കിലും സച്ചിദാനന്ദ സ്വാമിയെ അവർ നയിക്കുന്നത് ശരിയായ വഴിയിലല്ല. മാത്രമല്ല, സ്വാമിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ന്യൂസ് 18 കണ്ട ഒരു വിഷ്വൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ജുഗുപ്സ ഉണ്ടായി. പരമ ആദരണീയനായ ശിവഗിരി മഠത്തിൻ്റെ അധിപതി ഒരു സാധാ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ ഇൻസ്പെക്ടറുടെ മുറിയിൽ അവിടെ കയറിയെന്ന് ഒരു പ്രതിയെ വിട്ടയക്കണമെന്നോ പ്രതിയുടെ കേസിൽ ഇടപെടണമെന്നോ നേരിട്ട് പോയി പറയുക എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷന് നിരക്കുന്നതല്ല. അദ്ദേഹത്തെ തിരുത്തണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ തിരുത്താൻ ആളുകൾ മുന്നോട്ട് വരണം. സാംസ്കാരിക കേരളം ഇതിലൊക്കെ ഇടപെടണം. ഈ ഒരു ഹൈക്കോടതി ജഡ്ജി മുമ്പിലിരിപ്പുണ്ട്. ഞാനൊരിക്കൽ പ്രസംഗിക്കുമ്പോൾ ഈ പ്രശ്നം പറഞ്ഞു, ഈ ഗുരുവായൂർ ക്ഷേത്ര യേശുദാസ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് സൗകര്യമുള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് കയറ്റും. അതിന് മുമ്പ് അദ്ദേഹം എൻ്റെ നാടായ തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രേശ ക്ഷേത്രത്തിലൊന്ന് പ്രവേശിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അദ്ദേഹം അവിടെ RLVയിലൊക്കെ പഠിച്ച് തൃപ്പൂണിത്തുറയൊക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. ഗുരുവായൂരുമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ബന്ധമൊന്നുമില്ല. തൃപ്പൂണിത്തുറയായിട്ട് ബന്ധമുണ്ട്. അവിടെ പൂർണ്ണത്രേശ ക്ഷേത്രത്തിലാണ് ആദ്യം. എന്നിട്ട് ഞാൻ ചോദിച്ചേ, ഇപ്പോൾ യേശുദാസിനെ മൂകാംബി തുടങ്ങിയ പല ക്ഷേത്രങ്ങളിലുമൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്. അദ്ദേഹത്തിന് പോകാനായിട്ട് ഒരു പ്രയാസവും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇനി യേശുദാസിന് ക്ഷേത്രത്തിൽ പോയിട്ട് വേണോ ഈ ആത്മീയ സത്ത മുഴുവൻ കുടിച്ചിരിക്കുന്ന എന്നിട്ട് ഞാൻ പറഞ്ഞു, ദൈവം പ്രണവം നാവിലെഴുതി അയച്ചിട്ടുള്ള ആളാണ്. ദൈവം സ്വന്തം ശബ്ദം കൊടുത്ത് ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള ഒരു അവതാരമാണ് യേശുദാസ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇനി ഏത് വാതിലാണ് തുറക്കാത്തത്? അതെ, ഏതായാലും യേശുദാസ് ശബരിമല പോയതിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, വാർത്തകൾ കണ്ടിട്ടുണ്ട്. പിന്നെ മൂകാംബിയിൽ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് രണ്ടിടത്തല്ലാതെ യേശുദാസ് മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ പോയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. യേശുദാസിനില്ലാത്ത വാശി എന്തിനാണ് ഈ സച്ചിദാനന്ദ സ്വാമിക്ക്? അതെ, സച്ചിദാനന്ദ സ്വാമി അനവസരത്തിൽ അനാവശ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിയതെന്ന് ഖേദപൂർവ്വം പറയാതെ വയ്യ. സ്വാമിയെ തിരുത്താൻ നമുക്കും അവകാശമുണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ആദരണീയമായ ഒരു സിംഹാസനത്തിലാണ് സച്ചിദാനന്ദ സ്വാമി ഇരിക്കുന്നത്. അതിൻ്റെ വലിപ്പം സ്വാമി ഒന്ന് മനസ്സിലാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.